നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മണിമലയാറിന് കുറുകെയുള്ള പാലമാണ്. ഇത് ആർച്ച് രൂപത്തിൽ പണിത 3 ആർച്ചുകളുള്ള ആ പാലമാണ്. മല്ലപ്പള്ളി പൂവനക്കടവ് എന്നറിയപ്പെടുന്ന കടത്തായിരുന്നു ആദ്യകാലത്ത് മല്ലപ്പള്ളി. മണിമലയാറിന് കുറുകെ പുതിയ പാലം വന്നതോടുകൂടിയാണ് മല്ലപ്പള്ളി എന്ന പേര് ഉണ്ടായത്. അതുപോലെ തന്നെ മല്ലന്മാരുടെ നാട് എന്നുള്ളൊരു പേരും ഇതിനെ അർത്ഥമാക്കുന്നുണ്ട്. ഇത് തിരുക്കൊച്ചി മരാമത്ത് മന്ത്രി KR ഇലകത്ത് പാലത്തിന് ശിലാസ്ഥാപനം നടത്തി. 1954 സെപ്റ്റംബർ 19 തിരുക്കൊച്ചി രാജപ്രമുഖൻ ശ്രീ ചിത്ര തിരുനാൾ ഉദ്ഘാടനം ചെയ്തു. ഈ ശിവരാമൻ നായർ, KK കർത്ത എന്നിവരായിരുന്നു ചീഫ് എഞ്ചിനീയേഴ്സ്. കരാറുകാരനായിട്ട് വർക്ക് ഏറ്റെടുത്തത് വേങ്ങൽ സ്വദേശി VM വർഗീസ് ആയിരുന്നു. നേരത്തെ ഇത് തിരുക്കൊച്ചിയുടെ ഭാഗമായിരുന്നതുകൊണ്ട് ഏകദേശം 70 വർഷത്തോളം ആയി മല്ലപ്പള്ളിക്ക് തിലകക്കുറിയായിട്ട് നിൽക്കുന്ന പാലമാണ് നിങ്ങൾ ഈ കാണുന്നത്. യാതൊരു കേടുപാടുകളും ഈ പാലത്തിന് ഇതുവരെ ഉണ്ടായിട്ടില്ല. ആർച്ച് രൂപത്തിൽ പണിതിരിക്കുന്ന പാലമാണ്. ഇത് പത്തനംതിട്ടയിലെ മല്ലപ്പള്ളി താലൂക്കിലുള്ള പാലമാണിത്. ഇതിന് പ്രധാനമായിട്ട് 3 ആർച്ചുകളാണുള്ളത്. 3 ആർച്ചുകളാണ് ഇതിനുള്ളത്. ഇത് 1, 2, ലാസ്റ്റിൽ കാണുന്ന 3ാമത്. ഇപ്പോൾ ഈ പാലത്തിന് വീതി കുറവ് കാരണം നടപ്പാതയും ഇതിന് ക്രമീകരിച്ചിട്ടുണ്ട്. ഇതിലെ കടന്നു പോകുന്ന സഞ്ചാരികൾ തീർച്ചയായിട്ടും കാണേണ്ടിയ ഒരു വിസ്മയമാണിത്. സെപ്റ്റംബർ 19 ഈ പാലം ഉദ്ഘാടനം ചെയ്തത്. നോക്കിയാൽ ഇതിൻ്റെ കൈവരികൾ പോലും യാതൊരു കേടുപാട് കൂടാതെ ഇത്രയും കാലം ഏകദേശം 70 വർഷമാകാൻ പോകുന്നു. സെപ്റ്റംബർ ആകുമ്പോൾ 70 വർഷമാകും. ഈ പാലം വന്നതോടുകൂടി കോട്ടയം കോഴഞ്ചേരിയിലെ ഗതാഗതം സുഗമമായിട്ട് പോകാനായിട്ട് സാധിച്ചു. 70 വർഷം മുമ്പ് പണിത പാലം ഇവിടെ ശിലാസ്ഥാപനം നടത്തിയതിൻ്റെയൊക്കെ റെക്കോർഡുകൾ ഈ പാലത്തിലുണ്ട്. മല്ലപ്പള്ളിക്കാർക്ക് എന്നും അഭിമാനിക്കാവുന്ന ഒരു ചരിത്ര സ്മാരകമായിട്ട് ഈ പാലം എന്നും നിലകൊള്ളട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഇത് 4 വിഷന് വേണ്ടിയുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ടാൽ ഇത് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക,
സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക.